കൊച്ചി നെടുമ്പാശ്ശേരി അവയവക്കടത്ത് കേസ് പ്രതി സാബിത് നാസർ മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാളെന്നാണ് പോലീസ് സംശയിക്കുന്നത്. ഹൈദരാബാദ്, ബംഗളൂരു എന്നിവിടങ്ങൾക്ക് പുറമെ ഡൽഹിയിൽ നിന്നും വിദേശത്തേക്ക് ഇയാൾ ആളുകളെ കടത്തിയിട്ടുണ്ട് എന്നിപ്പോൾ പോലീസ് മനസ്സിലാക്കുന്നു. പണം വാങ്ങിയതിൻ്റെ തെളിവുകൾ മൊബൈൽ ഫോണിൽ കണ്ടെത്തി. സാബിത്തിൻ്റെ സുഹൃത്തായ കൊച്ചി സ്വദേശിയും പ്രധാന കണ്ണിയാണെന്ന് അന്വേഷണ സംഘം അറിയിക്കുന്നു. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, അപ്ഡേറ്റ്സ്. SKN ഇന്നലെയാണ് പ്രതി സാബിത്തിനെ 12 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. പ്രാഥമികമായി ചോദ്യം ചെയ്യലിൽ സാബിത്ത് ഒരു ഇടനിലക്കാരനല്ല, അവയവക്കടത്തിന്റെ പ്രധാന സൂത്രധാരന്മാരിൽ ഒരാളാണ് എന്നൊരു നിഗമനത്തിലേക്ക് പോലീസ് എത്തിയിട്ടുണ്ട്. ഈ ദാതാക്കളെ കണ്ടെത്തുന്നതും അതോടൊപ്പം സ്വീകർത്താക്കളെ കണ്ടെത്തുന്നതും സാബിത്ത് തന്നെയാണ്. അതിനുശേഷം 30 മുതൽ 40 ലക്ഷം രൂപ വരെയുടെ ഒരു പാക്കേജ് പറഞ്ഞുറപ്പിച്ച് ഇരുവരെയും ഇറാനിലേക്ക് എത്തിക്കും. അവിടെ വെച്ച് ഈ അവയവം കൈമാറ്റം നടത്തും. അതിനുശേഷം ഇവരുടെ ആശുപത്രി ചെലവും ഇവർക്ക് 20 ദിവസം താമസിക്കാനുള്ള ഫ്ളാറ്റിലെ ചെലവും എല്ലാം ഒരുക്കുന്നത് സാബിത്താണ്. സാബിത്തിനൊപ്പം കൊച്ചിയിൽ നിന്നുള്ള ഒരു കൂട്ടാളി കൂടി ഉണ്ട് എന്നാണ് പോലീസിന്റെ നിഗമനം. ഇയാളുടെ പേരുവിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്, പക്ഷേ നിലവിൽ പുറത്തുവിടുന്നതിന് പരിമിതികളുണ്ട്. ഇയാളിലേക്ക് എത്താനുള്ള ശ്രമമാണ് പോലീസിന്റെ ഭാഗത്ത് ഉള്ളത്. ഒപ്പം പാലക്കാട് സ്വദേശി ഷമീറിനെ കണ്ടെത്താനുള്ള ശ്രമവും പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ഇയാൾ മാത്രമാണ് പോലീസിന് മുൻപിൽ ഒരു നേരിട്ടുള്ള പരാതിക്കാരൻ, മലയാളിയായി നേരിട്ടുള്ള ഒരു ഇരയായി പോലീസിനുള്ളത്. ഇയാളെ കണ്ടെത്തുന്നതോടുകൂടി ഈ കേസ് കൂടുതൽ ശക്തമാക്കാനാകുമെന്ന് പോലീസ് വിലയിരുത്തുന്നു. ഒപ്പം കേന്ദ്ര ഏജൻസികളുടെ ഇടപെടലിനും ഈ കേസിൽ സാധ്യതയുണ്ട്. ബംഗളൂരുവും ഡൽഹിയും അതോടൊപ്പം ഹൈദരാബാദും കേന്ദ്രീകരിച്ച അന്വേഷണം വേണം. അത് കേരള പോലീസിന് എത്രത്തോളം സാധ്യമാകും എന്നൊരു ചോദ്യം അവിടെ ഉണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് കേന്ദ്ര ഏജൻസികൾ ഈ കേസിൽ ഇടപെടാനുള്ള ഒരു സാധ്യത വഴി തുറക്കുന്നത്. എന്തായാലും 12 ദിവസത്തെ കസ്റ്റഡിയിൽ പരമാവധി തെളിവുകൾ സാബിത്തിൽ നിന്ന് സമാഹരിക്കാനാണ് പോലീസിന്റെ നീക്കം. ഓക്കെ, താങ്ക് യു വിഷ്ണു സുരേഷ്. പോളണ്ടിൽ നിന്ന് പണ്ട് ശ്രീനിവാസൻ പറഞ്ഞില്ലേ, പോളണ്ടിനെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടി പോകരുതെന്ന് പറഞ്ഞ പോലെ പോളണ്ടിൽ നിന്നൊരു സുഹൃത്ത് അറിയിക്കുന്നു. നിതിൻ KC ആണ്. ഇവിടെയും മഴയുണ്ട്, പോളണ്ടിലും ഒപ്പം മഴയുണ്ടല്ലേ, അത് സന്തോഷം.